പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ സിപിഐഎം. പാർട്ടി പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിന് മറുപടിയുമായി ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് മാധ്യമങ്ങളെ കാണും. ധൻരാജ് രക്തസാക്ഷി ഫണ്ടിലെ കണക്കുകൾ ജില്ലാ സെക്രട്ടറി പുറത്തുവിട്ടേക്കും. സിനോജ് തോമസ് ഉണ്ട് വിവരങ്ങളുമായി. സിനോജ്, ഗുഡ് മോർണിംഗ്. പയ്യന്നൂരിലെ പാർട്ടിയെ ആകെ പിടിച്ചുകുലുക്കിയ വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകാനൊരുങ്ങുന്നു സിപിഎം. എങ്ങനെ പ്രതിരോധിക്കാനാണ് സിപിഎം നീക്കം? എപ്പോഴാണ് ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുക? ഹരിപ്രിയ, ശ്രുതി, അതായത് കുഞ്ഞികൃഷ്ണനുള്ള മറുപടി വാക്കുകൾ കൊണ്ടാണോ അതോ കണക്കുകൾ നിരത്തിക്കൊണ്ടാണോ? ഇതാണ് അറിയേണ്ടത്. കാരണം കുഞ്ഞികൃഷ്ണൻ തുടക്കത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ ഘട്ടത്തിൽ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് പറഞ്ഞത് പാർട്ടി ഫണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ ഘടകങ്ങളിൽ വിശദീകരിച്ചതാണ്. അത് പൊതുസമൂഹത്തിന് മുൻപിൽ പറയേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അത് വലിയ വിവാദമായി. പിന്നീടാണ് മേഖലാ ജാഥകൾ തുടങ്ങിയ ഘട്ടത്തിലാണ് എം വി ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി തന്നെ കണക്കുകൾ പുറത്തുവിടാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കണക്കുകൾ നിരത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് ധനരാജ് രക്തസാക്ഷി ഫണ്ട് ശേഖരണം, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, രണ്ടാമത് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരണം, മൂന്നാമത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ വിവാദം, ഈ 3 ഫണ്ട് വിവാദമാണ് കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിൽ ഉള്ള കണക്കുകൾ നിരത്തിയായിരിക്കും ഒരുപക്ഷെ കെ രാഗേഷ് വാർത്താ സമ്മേളനം നടത്തുക. അതോടൊപ്പം തന്നെ പാർട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ കൂടി കൃത്യമായ മറുപടി പാർട്ടി ഇന്ന് നൽകുകയും ചെയ്യും. അതായത് പാർട്ടിയെ സംരക്ഷിക്കാതെ നേതാക്കളെ സംരക്ഷിക്കാനാണ് പാർട്ടി ശ്രമിച്ചതെന്ന ആരോപണമാണ് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത്. അതിലൊക്കെ തന്നെ പാർട്ടിയുടെ ഒരു വിശദീകരണം കൂടി, ഒരു പ്രതിരോധം കൂടി ഇന്ന് പാർട്ടി ഉയർത്തുകയും ചെയ്യും. ശ്രുതി, ഹരിപ്രിയ. കുഞ്ഞികൃഷ്ണൻ ആരോപിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകാനൊരുങ്ങുകയാണ് സിപിഎം. സിനോജ് തോമസ് ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.